വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ്, ടോപ്പിക് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും വരുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി പലപ്പോഴായിട്ടും essay ടൈപ്പായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Product X is obtained after it passes through 3 distinct processes. ഒരു പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്നത് 3 പ്രോസസ്സിലൂടെയാണ് ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയേ. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്കിപ്പോൾ താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമുക്ക് പ്രോസസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന എമൗണ്ടുകൾക്ക് നോക്കാം. മെറ്റീരിയൽസ് ടോട്ടൽ എമൗണ്ട് 15,084. ദെൻ അതായത് പ്രോസസ് 1ലേക്ക് 5,200, പ്രോസസ് 2ലേക്ക് 3,960, പ്രോസസ് 3 5,924. ദെൻ ഡയറക്റ്റ് വേജസ് 18,000 ടോട്ടൽ എമൗണ്ട്. പ്രോസസ് 1ലേക്ക് 4,000, പ്രോസസ് 2ലേക്ക് 6,000, പ്രോസസ് 3ലേക്ക് 8,000. ഇത്രയും ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസും ഡയറക്റ്റ് വേജസിൻ്റെയും പ്രോസസ് 1ഉം പ്രോസസ് 2ഉം പ്രോസസ് 3ലേക്കും ഉള്ളത് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് 18,000. 1000 units at ₹6 per unit were introduced in process 1. പ്രോസസ് 1ൽ ഇതിൽ പറയുന്നത് 1000 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഏതിൽ? പ്രോസസ് 1ൽ. അറ്റ് ദ റേറ്റ്, എത്ര റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു യൂണിറ്റിന് 6 രൂപ വെച്ചിട്ട്. പ്രോസസ് 1ൻ്റെ കാര്യം. ഓക്കെ. Then production overhead is to be distributed as 100% on direct wages. പ്രൊഡക്ഷൻ ഓവർഹെഡ് നമുക്ക് ടോട്ടൽ എമൗണ്ടാണ് 18,000 തന്നിരിക്കുന്നത്. പക്ഷേ പ്രോസസ് 1ഉം പ്രോസസ് 2ഉം പ്രോസസ് 3ലേക്കും ഈ 18,000 ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഡയറക്റ്റ് വേജസിൻ്റെ 100% കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് എഴുതുമ്പോൾ എന്ത് എഴുതണം? ഡയറക്റ്റ് വേജസിൻ്റെ 100% എമൗണ്ട് അതിലെഴുതി വെച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ ഇത്രയും ഇതിൽ ക്വസ്റ്റ്യൻ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട്, അതായത് നമ്മൾ വേറൊരു പ്രോസസ് 1 ആണെങ്കിൽ പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രോസസ് 2 എന്ന് പറഞ്ഞാൽ 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പ്രോസസ് 3യിലത്തെ ഔട്ട്പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന എമൗണ്ടാണ് ഈ പറഞ്ഞ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഔട്ട്പുട്ട് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്സ്. ഓക്കെ. അപ്പോൾ പ്രോസസ് 1ൽ 950, പ്രോസസ് 2ൽ 840, പ്രോസസ് 3ൽ 750. ഇത്രയും യൂണിറ്റ്സ് അടുത്ത ഓരോ പ്രോസസ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള എമൗണ്ട് അല്ല, നോട്ട് എമൗണ്ട്, ദാറ്റ് ഈസ് യൂണിറ്റ്. ഓക്കെ. ദെൻ നോർമൽ ലോസ് പ്രോസസ് 1ൽ 5%, പ്രോസസ് 2ൽ 10%, പ്രോസസ് 3ൽ 15%. ഇത് നോർമൽ ലോസ്, ഓരോ പ്രോസസ്സിനും സംഭവിച്ചു പോയ ലോസ്. ഇനി വാല്യൂ ഓഫ് സ്ക്രാപ്പ് പെർ യൂണിറ്റ്. സ്ക്രാപ്പ് വാല്യൂവിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് പറയാം. പ്രോസസ് 1ൽ 4 രൂപ, ഒരു യൂണിറ്റ് 4 രൂപ. പ്രോസസ് 2ന് 8. ദെൻ പ്രോസസ് 3ക്ക് 10 റുപ്പീസ്. അതായത് ഒരു യൂണിറ്റിന് 10 രൂപ നിരക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. പ്രോസസ് 1 അക്കൗണ്ട്. പ്രോസസ് 1 അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ് സൈഡത്തെ കാര്യങ്ങൾ എഴുതണം. ഓക്കെ. അപ്പോൾ നമുക്കതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോസസ് 1ലെ ഇൻപുട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 1000 യൂണിറ്റ്സ് ഓഫ് ₹6 per unit were introduced in പ്രോസസ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1000 യൂണിറ്റ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ റേറ്റ് എത്രയാ? 6 per unit. ഒരു യൂണിറ്റിന് 6 രൂപ വെച്ചിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ 1000 റുപ്പീസും, അതായത് ഒന്നിന് 6 രൂപ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ 1000 × 6 എത്രയാ? 6000 എമൗണ്ട് എഴുതി. ആദ്യം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപടി എഴുതി വെച്ചു. ദെൻ മെറ്റീരിയൽസ് 5,200. ദെൻ ഡയറക്റ്റ് വേജസ് 4,000. ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡിൽ ഡയറക്റ്റായിട്ട് 4,000 എന്നല്ല തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത് അവർ? പ്രൊഡക്ഷൻ ഓവർഹെഡ് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് 100% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ 100% ആണ്. ഡയറക്റ്റ് വേജസ് എത്രയാണ്? 4,000. 4,000ൻ്റെ 100% എത്രയാണ്? 4,000 തന്നെ. അപ്പോൾ അതെടുത്ത് എഴുതി. ഇങ്ങനെയാണ് ഡെബിറ്റ് സൈഡിലത്തെ യൂണിറ്റ് കോളും എമൗണ്ട് കോളും ഉള്ളത്. ക്ലിയർ ആയോ? ഇനി നേരെ ഏതിലേക്ക് പോവാം? ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. ക്രെഡിറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത് ബൈ നോർമൽ ലോസ്.
ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് എത്ര ശതമാനം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോസ് പ്രോസസ് 1 5% നോർമൽ ലോസ് എന്നാണ് പറയുന്നത്. അതായത് യൂണിറ്റ്സ് ഇവിടെ ആകെ ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് 1000 യൂണിറ്റ് ഉണ്ട്. ആ 1000 യൂണിറ്റിൻ്റെ 5% നോർമൽ ലോസ് സംഭവിച്ചു. അപ്പോൾ 1000 × 5/100 ദാറ്റ് ഈസ് 50 യൂണിറ്റ്സ് എന്ന് എഴുതി. ഇനി അത് എത്ര രൂപയ്ക്കാണ് അത് വാല്യൂ ഓഫ് സ്ക്രാപ്പ് പെർ യൂണിറ്റ്, അതിന് നോർമൽ ലോസ് ആയതിന് അവർ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര രൂപയാണ് ഒരു യൂണിറ്റിന് 4 രൂപ വെച്ചിട്ട് സെയിൽ ചെയ്തു എന്നാ പറയുന്നത് പ്രോസസ് 1. അപ്പോൾ ഒന്നിന് 4 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട്? 50 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 50 യൂണിറ്റിൽ 4 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എത്ര വരിക? 50 × 4 എത്രയാ? 200. അപ്പോൾ എമൗണ്ട് കോളം നോർമൽ ലോസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് കോളം എത്രയാ? 200. ക്ലിയർ ആയല്ലോ അത്? 50 × 4, അതായത് ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ ഓഫ് സ്ക്രാപ്പ് പെർ യൂണിറ്റ് 4 ഉണ്ട്. അപ്പോൾ അതാണ് 50 × 4 ദാറ്റ് ഈസ് 200. റെഡി. ഇനി ബൈ പ്രോസസ് 2, അതായത് പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ. ക്വസ്റ്റ്യനിൽ പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കൂ എന്നൊന്നല്ല പറയാം. അവിടെ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഔട്ട്പുട്ട് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ നമ്മുടെ പ്രോസസ്സ് അതിൽ നെക്സ്റ്റ് പോകുന്ന പ്രോസസ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രോസസ് 1 എന്ന് പറഞ്ഞിട്ട് അവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് 950 ആണ്. അപ്പോൾ 950 എന്ന് ഇവിടെ എഴുതുക. യൂണിറ്റ്സ് 950. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? അടുത്ത അക്കൗണ്ടിലേക്ക് അല്ലേ? അതായത് അവിടെ പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 950 എന്ന്. പ്രോസസ് 1 ഔട്ട്പുട്ട് എന്ന് 950 തന്നിട്ടുണ്ട്. അപ്പോൾ ആ 950 എടുത്ത് ഇവിടെ എഴുതി. ക്ലിയർ ആയോ? ഇനി നമുക്ക് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കൂ. യൂണിറ്റ് കോളം ഇവിടെ 1000, ഇവിടെ 950 50 എത്ര തന്നെയാണ്? 1000 ആണ്. ക്ലിയർ ആയിട്ട്. അപ്പോൾ നമുക്ക് വേറെ ഏത് ലോസും വന്നിട്ടില്ല. ആകെ നോർമൽ ലോസേ വന്നിട്ടുള്ളൂ. വേറെ ഗെയിനും ഇല്ല, എന്നാൽ പിന്നെ അബ്നോർമൽ ലോസും വന്നിട്ടില്ല. ഇവിടെ ക്ലിയർ ആയി. ഇനി ഇതേപോലെ നമുക്ക് ഇവിടെ നോക്കുക. ടോട്ടൽ ചെയ്യുക. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. 19,200 ഇവിടെ ടോട്ടൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 200ഉം ഇവിടുത്തെ ടോട്ടൽ കുറച്ച് ഇവിടെ കുറവില്ല, 19,000ൻ്റെ കുറവുണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യട്ടെ? ബാലൻസ് ചെയ്തിട്ട് വെക്കുക. ആ എമൗണ്ട് മാത്രം ഇപ്പോൾ 19,000 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്ലിയർ ആയോ? ഇത് വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇതിലിപ്പോൾ ക്ലിയർ ആയിട്ട് ഇതുണ്ട്. കാരണം അത്ര വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് വേറെ ഒന്നും പറയുന്നില്ല. ആകെ ഉള്ളത് ഈ പ്രൊഡക്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓവർ ഹെഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ നോർമൽ ലോസിൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ക്ലിയർ? പ്രോസസ് 2 അക്കൗണ്ട് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോസസ് 1 നിന്ന് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇവിടെ എടുത്തെഴുതണം. പ്രോസസ് 1 നമ്മൾ പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു 950 അല്ലേ? ആ എമൗണ്ട് ഇവിടെ യൂണിറ്റിൽ 950 എഴുതുക, എമൗണ്ടിൽ 19,000 എഴുതി വയ്ക്കുക. ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി. ഇനിയിപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് എഴുതണം. അതിനുശേഷം ഈ പറഞ്ഞ ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞ കാര്യം എഴുതണം. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തരാത്തത് കൊണ്ട് എന്താണോ ഫസ്റ്റത്തെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. ഫസ്റ്റ് പ്രോസസ് 1 നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ടാണ് പ്രോസസ് 1 അക്കൗണ്ട് എന്ന് എഴുതി. ലാസ്റ്റ് ടൈമിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ട്രാൻസ്ഫർ ബൈ പ്രോസസ് 2 അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് എഴുതിയിട്ട് അതേ തന്നെയാണ്. അപ്പോൾ യൂണിറ്റ് 950, എമൗണ്ട് 19,000. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽസ് 3,960, ഡയറക്റ്റ് വേജസ് 6,000, ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 6,000 എന്ന് ഡയറക്റ്റ് ആയിട്ടില്ല തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 100% ഓൺ ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ 100%. ഡയറക്റ്റ് വേജസ് 6,000, 6,000 100% ദാറ്റ് ഈസ് 6,000. ക്ലിയർ ആയോ? അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്ലിയർ ആയി. ഏതൊക്കെ പ്രോസസ് 1 അക്കൗണ്ടിൽ നിന്ന് കിട്ടിയതും മെറ്റീരിയൽസും ഡയറക്റ്റ് വേജസും പ്രൊഡക്ഷൻ ഓവർ ഹെഡും. ഇനി നമുക്ക് നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ബൈ നോർമൽ ലോസ് ആണ്. ബൈ നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10% ആണ് പ്രോസസ് 2ൽ. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ്സ് ആണ്? 950 യൂണിറ്റ്സ് ആണ്. 950 യൂണിറ്റിൻ്റെ 10% നോർമൽ ലോസ്. അപ്പോൾ 95 യൂണിറ്റ് ലോസ് ആയി. അത് പക്ഷേ സ്ക്രാപ്പ് വാല്യൂവിൽ അവർ സെയിൽ ചെയ്തിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 8 രൂപയ്ക്കാണ്. ഒരു യൂണിറ്റ് 8 രൂപയ്ക്ക്. ഇവിടെ 95 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 95 × 8 760 യൂണിറ്റ് അല്ല 760 എമൗണ്ട് എത്ര രൂപയ്ക്ക്? ക്ലിയർ ആയോ? നോർമൽ ലോസ് യൂണിറ്റ് കിട്ടി. അതിൻ്റെ റേറ്റ് സ്ക്രാപ്പ് വാല്യൂയിൽ 8 രൂപയ്ക്കാണ്. അപ്പോൾ ആ യൂണിറ്റ് 95 × 8. അപ്പോൾ നമുക്ക് ഇത്ര ഒരു എമൗണ്ട് കിട്ടും. എത്രയാണ്? 760 കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് ബൈ പ്രോസസ് 3rd അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്?
പ്രോസസ് 2 എന്ന് എഴുതിയിട്ട് ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഔട്ട്പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് 2 എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പ്രോസസ് 3യിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പ്രോസസ് 3 അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ഫർ എഴുതിയിട്ട് എത്രയാണ് ഔട്ട്പുട്ട് പറഞ്ഞിരിക്കുന്നത്? 840. അപ്പോൾ 840 എന്ന് എഴുതുക. ഓക്കെ, ഇത്രയേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ 840 വരെ ഫസ്റ്റ് എഴുതി വെക്കുക. പിന്നെ ഈ എമൗണ്ട് ഇപ്പോൾ എഴുതണ്ട, 840 എഴുതാൻ പറഞ്ഞു, അത് എഴുതി വെക്കുക. ക്വസ്റ്റ്യനിൽ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 840 പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് എഴുതി. അത് ഏത് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്? പ്രോസസ് 3യിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ട്രാൻസ്ഫർ എന്ന് എഴുതിയത്, കാരണം ഓർക്കാൻ വേണ്ടി. കാരണം ഈ ട്രാൻസ്ഫർ കിട്ടിയാലല്ലേ പ്രോസസ് 3യിലേക്ക് പോകുമ്പോൾ വേഗം നമുക്ക് ഫസ്റ്റ് ഇതെടുത്ത് എഴുതിയിട്ട് ഡെബിറ്റ് സൈഡിൽ കൊണ്ട് എഴുതാൻ പറ്റും. അതിനാണ് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. കാരണം ട്രാൻസ്ഫർ എന്ന് എഴുതി വെച്ചില്ലെങ്കിൽ മറന്നാലോ, അപ്പോൾ അത് ഓർമ്മ വേണം. അപ്പോൾ 840 എന്ന് എഴുതി. ഇനി പിന്നെ നമുക്ക് ഇവിടെ ടോട്ടൽ ചെയ്യാം. യൂണിറ്റ് കോളം ടോട്ടൽ. ഇവിടെ എത്രയുണ്ട്? 950 ഉണ്ട്. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് നോക്കൂ. 840യും 95 ഉണ്ട്. ഈ 950 വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പം എത്രയാണ് നമ്മുടെ കുറവ്? എത്രയാ? 15 കുറവ്. അതാണ് നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു? അബ്നോർമൽ ലോസാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ലോസ് സംഭവിച്ചു. അപ്പോൾ ഇവിടെ 950 ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇതിൻ്റെ ബാലൻസിങ് എഴുതുക. അപ്പോൾ 15 അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ ബൈ അബ്നോർമൽ ലോസ് എന്ന്. ശരിക്കും ടെസ്റ്റുകളിലൊക്കെ നമുക്ക് കാണുന്ന ഈ അബ്നോർമൽ ലോസ് ഈ പ്രോസസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് തൊട്ട് മേലെയാണ്. സ്പേസ് വിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ഇത് ഈ ഒരു സ്പേസ് വിടൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോസസ് 3യിലേക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഗെയിൻ വരുമോ ലോസ് വരുമോ അങ്ങനെ ഒരു ഡൗട്ട് വരണ്ടെന്ന് കരുതുക. ഇങ്ങനെ എഴുതിയാലും ആൻസർ ശരി തന്നെയാണ്. കാരണം അതിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ശരിക്കും താഴെയാണ് വേണ്ടത്. പക്ഷേ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തു? പ്രോസസ്സിന് ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ ആദ്യം എടുത്ത് എഴുതി, തരാത്തത് ഞാൻ താഴെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, വരുത്തണ്ട എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ അബ്നോർമൽ ലോസ് 15. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇവിടെ 950, ഇവിടെ 950 ഇല്ല, 15ൻ്റെ കുറവുണ്ടായിരുന്നു. അതാണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ലോസ് 15. ഇനി ആ 15 യൂണിറ്റ്സ് അല്ലേ നഷ്ടപ്പെട്ടെ. അപ്പോൾ ആ 15 നഷ്ടപ്പെട്ട നമുക്ക് ലോസ് സംഭവിച്ച 15 യൂണിറ്റിന് എത്ര എമൗണ്ട് ആണെന്ന് കണ്ടുപിടിക്കണ്ടേ. ആ എമൗണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നറിയോ? അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു കാൽക്കുലേഷൻ പറഞ്ഞാൽ നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ഇതാണ് ഫോർമുല. ഇവിടെ നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 34,960 അല്ലേ. നോർമൽ കോസ്റ്റിലിപ്പോൾ അത് ശരിക്കും നോർമൽ കോസ്റ്റ് എങ്ങനെയാണ് പറയുക? അപ്പോൾ 34,960യിൽ നിന്ന് നമുക്ക് സാധാരണ രീതിയിൽ നഷ്ടപ്പെട്ടതും കൂടി കുറച്ചാലല്ലേ, നോർമൽ ലോസും കൂടി കുറച്ചാലല്ലേ യഥാർത്ഥമായിട്ടുള്ള കോസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ പറയുന്ന 34,960യിൽ നിന്ന് 760 കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ശരിക്കുള്ള നോർമൽ കോസ്റ്റ് കിട്ടും. ലോസ് കുറയ്ക്കണേ. ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 950 യൂണിറ്റ് അല്ലേ. 950യിൽ നിന്ന് നോർമൽ ലോസ് ആയിട്ടുള്ള എത്ര യൂണിറ്റ്സ് നഷ്ടപ്പെട്ടു? 95 യൂണിറ്റ് നഷ്ടപ്പെട്ടു. അതും കൂടി കുറയ്ക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. 950യിൽ നിന്ന് 95 കുറയ്ക്കുക. എന്നിട്ടോ സെൻറ്ററിലൂടെ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു എത്ര അബ്നോർമൽ ലോസ് സംഭവിച്ചിരിക്കുന്നത്? 15 യൂണിറ്റ്. അതിൻ്റെ എമൗണ്ടിലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 15 എഴുതുക. അപ്പോൾ എത്ര വരും? ₹600. അതാണ് നമ്മുടെ ഇവിടെയുള്ള 600 എന്ന് എഴുതിയിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പം അബ്നോർമൽ ലോസ് വന്ന 15 നമുക്ക് യൂണിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. എമൗണ്ട് കോളം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 34,960യിൽ നിന്ന് നമുക്ക് ശരിക്കും നോർമൽ ലോസ് സംഭവിച്ചത് മൈനസ് ചെയ്യുക. പിന്നെ എന്താ? ഔട്ട്പുട്ട് ഈ യൂണിറ്റ് 950യിൽ നിന്ന് ഈ യൂണിറ്റ് കോളത്ത് 95 മൈനസ് ചെയ്യുക. ഇൻറ്റു ഇവിടെ അബ്നോർമൽ ലോസ് 15. ആ 15 എടുത്തെഴുതി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ₹600. അത് ഇവിടെ എടുത്തെഴുതിയ. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് കോളം ക്ലിയറായി. ഇവിടെ എമൗണ്ട് കോളം ഇവിടെ ക്ലിയറായി. ഇനി ഇവിടെ ആകെയുള്ളത് 760യും 600 ഉള്ളൂ. ബാക്കി ഈ പറഞ്ഞ 34,960 എന്നല്ലേ, അത് ഇതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസിങ് കിട്ടുന്നതാണ് നമ്മുടെ 33,600. ഇതാണ് നമ്മുടെ പ്രോസസ് 3 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള എമൗണ്ട്. ക്ലിയർ? ഇനി നമുക്ക് പ്രോസസ് 3 അക്കൗണ്ട് നോക്കാം. പ്രോസസ് 3 അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് എന്തുതന്നെയാണ്? പ്രോസസ് 2വിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടിയ കാര്യം അല്ലേ. പ്രോസസ് 2വിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസസ് 3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടായിരുന്നില്ല. അത് നേരെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ടു പ്രോസസ് 2. പ്രോസസ് 2 അക്കൗണ്ടിൽ നിന്ന് കിട്ടിയതാണ്. എത്ര യൂണിറ്റ്സാണ് കിട്ടിയ? 840. അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 33,600. അതും കിട്ടി.
ദെൻ മെറ്റീരിയൽസ് കോസ്റ്റൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 5,924, ഡയറക്റ്റ് വേജസ് 8,000. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് 100% ഓൺ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് വേജസിൻ്റെ 100% എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 8,000ൻ്റെ 100% പറയുമ്പോൾ എത്ര തന്നെയാണ് 8,000. ക്ലിയർ ആയോ? ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഏത് ഡെബിറ്റ് സൈഡിൽ. ഇനി പറഞ്ഞേക്ക് നോക്കൂ, നോർമൽ ലോസ് തന്നിട്ടുണ്ട്. എത്രയാ? 15% തന്നിരിക്കുന്നു അല്ലേ? നോർമൽ ലോസ് 15%. അപ്പോൾ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 840 യൂണിറ്റ്സാണ് ഉള്ളത്. അപ്പോൾ 840 ഇൻറ്റു 15/100 ദാറ്റ് ഈസ് 126. അപ്പോൾ 126 യൂണിറ്റ്സ് നമുക്ക് നോർമൽ ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. യൂണിറ്റ്സ് ആണ്. അതിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? 126 യൂണിറ്റ്സിൻ്റെ എത്ര എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂവിൽ 10 റുപ്പീസിനാണ് പോയിരിക്കുന്നതെന്ന്, ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചിട്ട്. ഇവിടെ എത്ര യൂണിറ്റ്സ് ഉണ്ട് നോർമൽ ലോസ്? 126. അപ്പോൾ 126 ഇൻറ്റു 10 ദാറ്റ് ഈസ് 1,260. അത് നമ്മളിവിടെ എമൗണ്ട് കോളത്തിൽ 1,260 എന്ന് എഴുതി. ക്ലിയർ? ഇനി ബൈ ഫിനിഷ്ഡ് ഗുഡ്സ്, കാരണം പ്രോസസ് 3യോടുകൂടി നമ്മുടെ പ്രോസസ് മാനുഫാക്ചറിങ് സംഭവം ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി വേറെ പ്രോസസ് 4 ഒന്നും ഇല്ല. അപ്പോൾ ലാസ്റ്റ് വരുന്ന അക്കൗണ്ട് നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇനി വേറെ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? ബൈ ട്രാൻസ്ഫർ എന്നോ ബൈ പ്രോസസ് 4 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടോ? ഇല്ല. നമ്മുടെ ആ പറഞ്ഞ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയാൽ നമ്മൾ ഏതിലേക്ക് പോകണം? ബൈ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഔട്ട്പുട്ട് അല്ലേ? പ്രോസസ് 3ൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 750. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതിയാൽ മതി? 750 എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, മാത്രമേ എഴുതി വയ്ക്കും. ഇത്രയും ഡാറ്റാസ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് എഴുതി. ഇനി എന്ത് ചെയ്യണം എന്ന് പറയുക? യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുക. യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ വരും 876 വരും. ഇവിടെ എത്രയേ ഉള്ളൂ? 840 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ അല്ലേ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇത്ര രൂപ നമുക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് അബ്നോർമൽ ഗെയിൻ. ഇവിടെ എത്രയാണ് ഷോർട്ടേജ്? ഇവിടെ 876 ഉണ്ട്, ഇവിടെ 840 ഉള്ളൂ. ബാക്കി എത്രയാണ് നമുക്കിവിടെ ഷോർട്ടേജ്? എത്ര വന്നത്? 36. ആ 36 ആണ് നമുക്ക് എന്ത് ചെയ്യുക? അബ്നോർമൽ ഗെയിൻ നമ്മൾ ഡെബിറ്റ് സൈഡിലും ലോസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതുക. അപ്പോൾ ടു അബ്നോർമൽ ഗെയിൻ എത്രയാ? 36 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇത് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 36 അബ്നോർമൽ ഗെയിൻ. ഇനി ഈ യൂണിറ്റ്സ് ആണ് 36 യൂണിറ്റ്സ് ആണ് നമുക്ക് ഗെയിൻ. ഇനി അതിൻ്റെ എമൗണ്ട് കാണണ്ടേ? ഒരു യൂണിറ്റിൻ്റെ നമുക്കറിയില്ല, 36 യൂണിറ്റാണ് ഗെയിൻ. ഇനി അതിൻ്റെ എമൗണ്ട് 36 യൂണിറ്റിൻ്റെയും എമൗണ്ട് കണക്കാക്കാൻ ചെയ്യുന്ന ഫോർമുലയാണ് കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ഗെയിൻ. നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ഇവിടെ നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ചിലവായത്? നോർമൽ കോസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 33,600, 5,924, 8,000, ദെൻ എഗെയിൻ 8,000. ഈ പറഞ്ഞ 4 ഐറ്റം കൂടി ടോട്ടൽ ചെയ്യുക. 4 ഐറ്റം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എത്രയാ? നോക്കൂ, എത്ര കിട്ടിയ? 55,524 കിട്ടും. ഓക്കെ, ആ പറയുന്ന ഐറ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? ലോസ് കുറയ്ക്കണം ഇല്ലേ? നോർമൽ ലോസ് നമുക്ക് എന്തായാലും എമൗണ്ട് കുറയ്ക്കണ്ടേ? എത്രയാ? 1,260. അത് നമ്മൾ എന്ത് ചെയ്യുക? 1,260 കുറയ്ക്കുക. എന്നാലല്ലേ നമുക്ക് യഥാർത്ഥ കോസ്റ്റ് അറിയത്തുള്ളൂ. നോർമൽ ലോസ് ആയതും കുറയ്ക്കണ്ടേ അത്. ഇനി നോർമൽ ഔട്ട്പുട്ട് വേറെ എത്രയാ? ഈ യൂണിറ്റ്സിൽ 840 ഉണ്ട്. ആ 840ൽ നിന്ന് എത്ര യൂണിറ്റ്സ് ആണ് നോർമൽ ലോസിൽ യൂണിറ്റ്? 126. അപ്പോൾ 840ൽ നിന്ന് 126 കുറയ്ക്കുക ഇൻറ്റു ഇവിടെ അബ്നോർമൽ ഗെയിൻ എത്രയാ? 36 യൂണിറ്റ്. അപ്പോൾ 36 യൂണിറ്റ് എന്ന് എഴുതുക. കിട്ടുന്നതാണ് 2,736. അത് നമ്മുടെ അബ്നോർമൽ ഗെയിനിലെ എമൗണ്ട് കോളം എഴുതി. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബാക്കി എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടും 58,260 കിട്ടും. ആ കിട്ടിയതിൽ നിന്ന് ഇവിടെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബാക്കിയുള്ളത് എത്രയാ? 1,260 അത് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് ഷോർട്ട് എത്ര വരിക? 57,000 വരും. അതാണ് നമുക്കിവിടെ ബാലൻസിങ് ആയിട്ടുള്ളത്. അത് നമ്മൾ ഏതിലേക്ക് പോകും? ഫിനിഷ് ഗുഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ബൈ ഫിനിഷ്ഡ് ഗുഡ്സ് 57,000 എന്ന് എഴുതി വയ്ക്കും. ക്ലിയർ ആയോ? കാര്യം കിട്ടിയല്ലോ. ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും വരുന്ന ലാസ്റ്റ് ഇയറിൽ മുന്നേ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അബ്നോർമൽ ലോസ് അബ്നോർമൽ ഗെയിനും വരുന്ന ഒരു എസ്സേ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ടും പഠിക്കുക. ഇപ്പോൾ പ്രോസസ് 3. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.